ഈ യൂട്യൂബ് ചാനലുകൾ നടത്തുന്നവർ അവർക്ക് ഒരു ഒരു രണ്ട് ഉദ്ദേശങ്ങളുള്ള ആളുകളുണ്ട്. രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളുള്ളവരുണ്ട്. ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്കൊരു വേദി വേണമല്ലോ പറയാൻ. എപ്പോഴും നമുക്ക് നാട് നീളെ നടന്ന് പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ആ വേദികളിലെല്ലാം പോയി പറയുന്നിടത്ത് നമ്മൾ പറയാറുണ്ട്, അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ആനുകാലിക പ്രശ്നങ്ങൾ. അതിലൊക്കെ നമ്മൾ പ്രതികരിക്കുമ്പോൾ അത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരാഗ്രഹം കാണും. സത്യത്തിൽ ഞാൻ പറയാമല്ലോ, എനിക്ക് ഈ ആഗ്രഹമുള്ളവനാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തണം. അത് എത്തിക്കുന്ന എൻ്റെ ആശയങ്ങളാണ്. ആ ആശയങ്ങൾ ചിലപ്പോൾ നല്ലതായിട്ട് ചിലർക്ക് തോന്നിന്നിരിക്കും, ചിലപ്പോൾ അത് ഇവൻ പറയുന്നതൊക്കെ ഇങ്ങനെ ഇരിക്കും, ഇതൊന്നും കേൾക്കേണ്ട കാര്യം എന്ന് വിചാരിക്കുന്നവരും കാണും. പക്ഷേ എനിക്ക് ഒരുപാട് അഭ്യുദയകാംക്ഷികളുണ്ട്. ഏതാണ്ട് 1,00,000-ഓളം ആളുകൾ എന്നെ ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കത് സന്തോഷമാണ്. കാരണം ഞാൻ എൻ്റെ ആശയങ്ങൾ അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള എനിക്ക് വലിയൊരു താല്പര്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ആണെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിലുള്ളവർ കാണുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഒരു താല്പര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. ഞാൻ ആദായത്തിന് വേണ്ടി മാത്രമല്ല ഇത് നടത്തുന്നത്. പിന്നെ ഇതിന് ആദായം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. അത് എനിക്ക് എൻ്റെ അതിനുള്ള ചിലവിനുള്ളത് കിട്ടും. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പെൻഷൻ കാശും കൂടെ എടുത്ത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എനിക്കത് പറ്റത്തില്ല. കഷ്ടിച്ച് അതിനുള്ളതൊക്കെ വരുമാനമൊക്കെ അതിൽ നിന്ന് വരും, അതേ ഉള്ളൂ. അതിൽ എഡിറ്റ് ചെയ്യുന്ന ആളിന് പൈസ കൊടുക്കാറുണ്ട്, അപ്ലോഡ് ചെയ്യുന്നവർക്ക് കാശ് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കും ഇടയ്ക്കിടയ്ക്ക്. അതിന് മുഴുവനായിട്ടൊന്നും തികയത്തില്ലെങ്കിലും അത് തട്ടിമുട്ടി പോകാവുന്ന വിധത്തിലാണ് വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ചിലർക്ക് അത് പേരെടുക്കാനായിരിക്കാം. അപ്പോൾ എനിക്കങ്ങനെ പേരെടുക്കേണ്ട ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഉദ്ദേശം ഇല്ല. പിന്നെ മൂന്നാമതൊരു വിഭാഗത്തിന് ഈ നല്ലൊരു പേരെടുത്ത് ഒരു പബ്ലിസിറ്റി കിട്ടി അതിൽ നിന്ന് അനിയന്ത്രിതമായ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട്. വലിയ വരുമാനം ഉണ്ടാക്കിയേക്കുന്ന ആളുകളുണ്ട്. ഇതിൽ ഒരുപാട് പേരുണ്ട്. ഒന്നുമില്ല, ചിലർ പാചകം മാത്രമായിരിക്കും, അതിനൊക്കെ ഒരുപാട് വ്യൂവർഷിപ്പും ഒക്കെ കിട്ടുന്നതാണ്. അതൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് കാശും കിട്ടും. പിന്നെ ചിലർ പ്രത്യേകിച്ചും സിനിമ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോൾ അതിന് ഒരുപാട് ആളുകൾ കാണാൻ കിട്ടും, അതിൽ നിന്ന് വരുമാനം കിട്ടും. കാരണം വ്യൂവർഷിപ്പ് കൂടുതലാണ്. ഈ കൊതിന്നുണയൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ, സിനിമാടികൾ അങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നു, സിനിമാ നടന്മാർ ഇങ്ങനെയാണ്, അവർ പണ്ട് ഇന്നാരൊക്കെ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, മറ്റേത് ഇങ്ങനെ, ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതൊന്നുമല്ലാതെ ചില ആളുകളുണ്ട്, അവർ യഥാർത്ഥത്തിൽ അവരവരെ വീട്ടിൽ കൊച്ചിനെ കുളിപ്പിക്കുന്നത് കേട്ടോ, കൊച്ചിന് ചോറ് കൊടുക്കുന്നത്, പിന്നെ കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ കൂട്ടുന്നത്, പിന്നെ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് താലോലിക്കുന്നത്, ഉമ്മ കൊടുക്കുന്നത്, കിടത്തി ഉറക്കുന്നത്, ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ ചിലർ കാണിക്കും. അതിനും ചിലർക്ക് അത് വീണ് കിട്ടും. പിന്നെ അത് ചിലരുടെ ഡിപ്പെൻസ്, എല്ലാവരും അങ്ങനെ വീണ് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിലർക്ക് അത് വീണ് കിട്ടും. അങ്ങനെ വീണ് കിട്ടിയ ഒരാൾ, കാരണം ഈ പേളി മാണി എന്ന് പറയുന്ന ഒരു വനിത, ഞാൻ ഈ പേളിമാണിയെ ഏതോ 1-2 സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടി ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഇത് പേളിമാണി ആണെന്ന് പറഞ്ഞു. പിന്നെ അത് 1-2 പേരെ ഇൻ്റർവ്യൂ നടത്തി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂകളുണ്ടെന്ന് പറയപ്പെടുന്നു, എനിക്കറിഞ്ഞൂടാ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, അതുകൊണ്ട് എനിക്ക് താല്പര്യമുള്ളതല്ല. പക്ഷേ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കിയേക്കുന്നത്, ഞാൻ അതിൻ്റെ ബാക്കിയൊന്നും ഞാൻ വാച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അതിന് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് അതിനുണ്ട്, ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഈ വാട്സാപ്പിലും ഒക്കെ അതിന് അത്രത്തോളം യൂട്യൂബിലുമൊക്കെ അത്രത്തോളം ആളുകളുണ്ട്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റ ഇതിലൊക്കെ അത്രത്തോളം ഫോളോവേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട് എന്നാണ് അറിയുന്നത്. മില്യൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുള്ള എന്താണെന്നറിയോ, ഇതിന് വലിയ വരുമാനം വരും അത്രയൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഒരു വ്യൂവർഷിപ്പ് ഒരു 10 ലക്ഷം, അതായത് 1 മില്യൺ വ്യൂവർഷിപ്പൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ
എങ്ങനെയായാലും ശരി അതിനകത്ത് ഒരു $2000 അതിന് ഒരെണ്ണത്തിന് വരും. അങ്ങനെ ഒരു 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 30 വീഡിയോ അല്ലെങ്കിൽ ഒരു 50 വീഡിയോ ഉണ്ടെന്നിരിക്കട്ടെ ഒരു മാസം. $2000 വെച്ച് നമ്മളൊന്ന് കണക്കാക്കിക്കോളൂ എത്രയാണെന്ന്. $1,00,000 വരും. അതാ കാര്യം. അത് അത്രയും വരുന്ന ഉടനെ ഉള്ള അതിൻ്റെ ഒരു ആവറേജാണ് ഞാൻ പറഞ്ഞത് വരും. ഒരു $1,00,000 എന്ന് പറഞ്ഞ രൂപ എത്ര? ഏതാണ്ട് ഒരു 96 ലക്ഷം രൂപ, അതായത് 1 കോടി രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ ഇതൊക്കെ വരുന്ന ഉടനെ ചിലർ അങ്ങ് അഹങ്കരിക്കും. പിന്നെ എന്തും പറയാം ഇവർക്ക് എന്നുള്ളൊരു തോന്നൽ വരും. അതായത് ഈ രീതിയിലുള്ള ഒരു ഉയർച്ച കണ്ടു ആളുകൾ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ വലുതാണ് എന്ന് കരുതിക്കൊള്ളും. അതുകൊണ്ട് അതൊരു പ്രശ്നം എനിക്കില്ല, ഞാൻ പറയുന്നതൊക്കെ അങ്ങ് കേൾക്കും, അതൊക്കെ വേദവാക്യമായിട്ട് എടുത്തോളും, ഞാൻ എന്ത് പറഞ്ഞാലും അതിനെനിക്ക് വ്യൂവർഷിപ്പ് വരും എന്നുള്ള ഒരു ധാരണയുണ്ട്. അങ്ങനെ കളിച്ച് നമ്മുടെ ഈ പേളിമാണി എന്ന് പറയുന്ന സഹോദരി ഉണ്ടല്ലോ, ഈ സമരത്തെ കയറി പിടിച്ചു. അത് വെറുതെ പിടിച്ചതാവാനും സാധ്യത കുറവാണ്, അങ്ങനെ ആളുകൾ പറയുന്നു. ഇതിനകത്ത് ഒരുപാട് ആളുകളുടെ അഭിപ്രായം ഞാൻ ഇതിനകത്ത് കേട്ടതിൽ എനിക്ക് മനസ്സിലായത്, ഇവർ പലരും പണത്തിന് വേണ്ടി ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതിന് ഞാൻ അതിനൊരു അപവാദമായിട്ട്, അതായത് അങ്ങനെ പണം ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് ഇത് നടത്താതിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടേക്കുന്ന ഒരാളെ ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയയാണ്. ഷാജൻ സ്കറിയ പണം വാങ്ങുന്ന ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു കേസിൽ മാത്രം എൻ്റെ അടുത്ത് ആളുകൾ അങ്ങനെ പറയുകയും ചെയ്തു. പക്ഷേ എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. ഷാജൻ സ്കറിയക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലുള്ള വ്യൂവർഷിപ്പുണ്ട്, ഒരു അത്രയും സബ്സ്ക്രിപ്ഷനും ഉള്ളതാണ്. പക്ഷേ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആളുകൾ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടു. ഇത് കാൽക്കുലേറ്റഡ് ആയിട്ട് പറഞ്ഞ് ഇതിന് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ഉള്ള വീഡിയോകളൊന്നും ഇത് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ഇങ്ങനെ, അതായത് അവിടെ നമ്മുടെ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു പ്രതിഷേധ സമരം, നമ്മൾ ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും വിജയിച്ച ഒരു പ്രതിഷേധ സമരം, കർഷക സമരം കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടേക്കുന്നത് CJPയുടെ ആണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇത് കയറിയ ഒരു അഭിപ്രായം അങ്ങ് ഈ പെൺകുട്ടി, ഈ വനിത കയറിയ ഒരു അഭിപ്രായം അങ്ങ് കാച്ചി. നമ്മുടെ ജീവനാണ് വലുത്, അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനേക്കാളും സമരത്തിനേക്കാളിയൊക്കെ ജീവനാണ് വലുത്. അവിടെ ഏതാണ്ട് ഒരുപാട് വലിയ ബഹളമുണ്ടായെന്നും അങ്ങനെ ഒരു ആ രീതിയിലുള്ള ഒരു വർത്തമാനമൊക്കെ കയറി അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് വീട്ടിൽ പോകണമെന്ന്, നിങ്ങളിത് നിർത്തി വെച്ചിട്ട് വീട്ടിൽ പോകാനുള്ള ആഹ്വാനവും കൊടുത്തു. അപ്പോൾ അത് ആരുടെ നിന്ന് പണം വാങ്ങിയോ പണം വാങ്ങിയില്ലെന്നുള്ളതല്ല, ഒരാവശ്യവും ഇല്ലാത്ത ഒരു ആഹ്വാനമാണ്. ഈ ചെറുപ്പക്കാരാണല്ലോ ഈ വനിതയുടെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതൊക്കെ പ്രായമുള്ള എൻ്റെ പ്രായത്തിലുള്ളവരൊന്നും അല്ല, ഏറ്റവും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമൊക്കെയാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ്. ഇതങ്ങോട്ട് കേട്ടു വലിയ പ്രശ്നമായിട്ട് പിന്നെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടം കാവ്യാണ്. നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് പറയുക, അതിൽ 3 കളറിനെ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, കാവ്യാണ് എനിക്കിഷ്ടം. ഇതെല്ലാം കൂടെ ആളുകൾ കൂട്ടി വായിക്കും. ബുദ്ധിയുള്ളവർ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം കുട്ടി, ഇങ്ങനൊരു കുഴപ്പമുണ്ട്, ഇതിന് ആൾക്ക് ബുദ്ധിയുണ്ട്. അവരിത് കേട്ട് മനസ്സിലാക്കിയിട്ട് ടപ്പ് ചെയ്യുന്നതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഏതാണ്ട് 3-4 ലക്ഷം പേര് അന്നേരം ഇറങ്ങിപ്പോയി. അപ്പം പ്രശ്നമായി. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരാൻ ശ്രമിക്കുന്നത് വീണ്ടും കുഴപ്പമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ. ചിലപ്പോൾ അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള നിലയ്ക്ക് പോകാൻ ഇഷ്ടമുള്ളതായിരിക്കാം. പക്ഷെ അതല്ല കാര്യം, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരണം. കാരണം ഇല്ല, പൈസ കിട്ടാനുള്ളത് ഇനി അങ്ങോട്ട് കുറയും. അത് കുറയുന്നത് ഈ കാശിനോട് ആർത്തിയുള്ളവർക്കത് സഹിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നു, 1 കോടി രൂപ മാസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങോട്ട് കുറഞ്ഞ് അതൊരു 50 ലക്ഷം ആയിപ്പോയാൽ 50 ലക്ഷം പോയില്ലേ. ഇത് ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ എടുത്ത് കളയാനായിട്ടൊക്കെ ഒരുപാട് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം, സമയങ്ങളിൽ ഇതൊക്കെ എടുത്ത് കളയണമെങ്കിൽ. പക്ഷേ ഇപ്പം നെഗറ്റീവ് കമൻസ് ഒന്നും എടുക്കാൻ ഒക്കുന്നില്ലെന്നാണ് കേട്ടെ. അതിൻ്റെ കാരണം എന്താണ്? നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ വിചാരിക്കേണ്ടത് എന്തെന്നറിയാം, ഈ പബ്ലിക് നിങ്ങളെ മേൽ കൊണ്ടുപോയി. മാളിക മുകളേറിയ മന്നൻ്റെ
തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഒന്ന് ചിന്തിക്കണം. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. നിങ്ങളെ തണ്ടിലേറ്റി നടത്തി, പക്ഷേ മാളിക മുള ഏറിക്കഴിഞ്ഞപ്പോൾ അതിനെ നിങ്ങളെ വലിച്ച് താഴെ ഇടാനും ആളുകൾക്ക് പറ്റും. അത് ശ്രദ്ധിച്ചോണം. ഇത് ഇന്ന് ആളുകൾ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ കൊടുക്കുകയാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി എന്താണെന്നറിയോ, നിങ്ങളുടെ ചാനൽ ആരും കാണണ്ടെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? കാഴ്ചക്കാരൊന്നുമില്ല, വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യൂവർഷിപ്പ് കിട്ടുമോ? ഇല്ലല്ലോ. ആരും കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് കൊച്ചു വർത്താനം കാണേണ്ട കാര്യമില്ല എന്നീ പിള്ളേരൊക്കെ അങ്ങ് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ചിന്തിക്കണം, പെളിമണി, ശ്രദ്ധിക്കണം.